ഹലോ, ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന മൊഡ്യൂളിൽ നമ്മൾ കുറേ ഭാഗങ്ങൾ സെമിനാർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷനിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നു, സെമിനാർ ടോപ്പിക്കായിട്ട് കൊടുത്തിരുന്നില്ല. അതും പിന്നെ നമ്മൾ എടുക്കാത്ത ഭാഗങ്ങളൊക്കെ നമുക്കിനി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓസിലേഷൻസ് ആൻഡ് വേവ്സിൽ ഫസ്റ്റ് വാട്ട് ഈസ് എ പീരിയോഡിക് മോഷൻ എന്നാണ് നോക്കുന്നത്. പീരിയോഡിക് മോഷൻ, ഓസിലേറ്ററി മോഷൻ ഉണ്ട്, പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കണം. എന്നിട്ട് നമുക്ക് വേവ്സിലേക്ക് പോകാം, വേവ് മോഷനിലേക്ക് പോകണം. വേവ്സിൻ്റെ ഇക്വേഷൻ, വേവ് മോഷൻ്റെ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്യാനുള്ള വലിയൊരു ചാപ്റ്ററാണ് ഇതും. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ്, വാട്ട് ഈസ് എ പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ എന്താണെന്ന് നോക്കാം. പീരിയോഡിക് മോഷൻ ഒന്നാമത്തെ പോയിൻ്റാണ് കേട്ടോ. ഓസിലേഷൻ ആൻഡ് വേവ്സിൽ പീരിയോഡിക് മോഷൻ, വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ? എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം ഇസ് കോൾഡ് പീരിയോഡിക് മോഷൻ. എന്താണ്? റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മോഷനാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്താ? മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ. എന്താണ്? സണ്ണിന് ചുറ്റുമുള്ള എർത്തിൻ്റെ മോഷൻ എന്താണ്? അത് റെഗുലർ ഇൻ്റർവെൽസിൽ എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 24 hours ആണ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് വരെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അതെന്താണ്? വീണ്ടും സെയിം മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ അതർ എക്സാമ്പിൾസ് എന്താ? മോഷൻ ഓഫ് എ പെൻഡുലം, പിന്നെന്താ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. മോഷൻ ഓഫ് ഹാലിസ് കോമറ്റ്, പിന്നെന്താ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എന്താ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ. ഇതൊക്കെ എന്താണ്? ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ. ഇതൊക്കെ എന്ത് തരത്തിലുള്ള പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ എന്താണ്? റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മോഷനാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ എന്താ ചെയ്യാം? ഫംഗ്ഷൻ FFT + T എന്താണ്? FFT തന്നെയാണ്. ഇവിടെ T എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാ ടൈമിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ടൈം, ഒരു T എന്ന് പറയുന്ന ടൈം ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഫൈനൽ എഫക്റ്റ് എന്താണ്? FFT തന്നെയാണ്. അപ്പം T എന്നതിൻ്റെ എഫക്റ്റ് എന്താണ്? എക്സ്ട്രാ ഇൻ്റർവൽ ഓഫ് ഈ ഒരു ഇൻ്റർവെല്ലിന് ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. സെയിം ടൈപ്പ് ഓഫ് മോഷനാണ് ബോഡി എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ മാത്തമാറ്റിക്കലി FFT + T = FFT, where capital T is the time period of the motion. അപ്പോൾ നമ്മൾ ഈ പീരിയോഡിക് മോഷനിലെ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് പറഞ്ഞിരുന്നു. അപ്പം ക്യാപിറ്റൽ T എന്താണ്? ടൈം പീരീഡ് ഓഫ് പീരിയോഡിക് മോഷനാണ് ക്യാപിറ്റൽ T. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഓസിലേറ്ററി മോഷൻ. പീരിയോഡിക് മോഷൻ കഴിഞ്ഞു, ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് നോക്കാം. ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഫിക്സഡ് പോയിന്റിൽ ടു ആൻഡ് ഫ്രോ മോഷനും കൂടിയുണ്ട്. അറ്റ് വിച്ച് എന്താണ്? റിപ്പീറ്റ്സ് ദിസ് മോഷൻ ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഇതാണ് ഓസിലേറ്ററി മോഷൻ. അതായത് ഒരു റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മോഷനാണ്. പ്ലസ് എന്താണ്? കൂടാതെ അതെന്താണ്? ടു ആൻഡ് ഫ്രോ മോഷനും കൂടിയുണ്ട്. അറ്റ് ഒരു എന്താണ്? ഒരു മെയിൻ പോയിന്റിൽ നിന്നും ടു ആൻഡ് ഫ്രോ മോഷനും കൂടിയുണ്ട്. ഇത് എന്തായാലും ഈ മോഷൻ എപ്പോഴും ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ മോഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓസിലേറ്ററി മോഷനെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ഡിഫൈൻ ചെയ്യാം? ഓസിലേറ്ററി മോഷൻ ഈസ് ഈക്വൽ ടു പീരിയോഡിക് മോഷൻ പ്ലസ് എന്താണ്? മോഷൻ പ്ലസ് ടു ആൻഡ് ഫ്രോ മോഷനാണ് അല്ലേ? ടു ആൻഡ് ഫ്രോ മോഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്? പീരിയോഡിക് മോഷനാണ്. ബട്ട് എന്താണ്? എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ അല്ല. കാരണം പീരിയോഡിക് മോഷനിൽ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ ആ ഡെഫിനിഷൻ. ബട്ട് അതിലെന്താണ്? ഒരു മെയിൻ പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ ഇല്ല. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷനും കൂടി ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ തരത്തിലുള്ള മോഷൻ എന്താ വിളിക്കുക? ഓസിലേറ്ററി മോഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ പീരിയോഡിക് മോഷനിൽ കുറേ എക്സാമ്പിൾസ് എന്തിലും ഇൻക്ലൂഡ് ആവും? ഓസിലേറ്ററി മോഷനാവും. അപ്പം ഓസിലേറ്ററി മോഷനാവും. ബട്ട് എന്താണ്? ഓസിലേറ്ററി മോഷനിലെ എല്ലാ ടൈപ്പ് ഓഫ് മോഷനും പീരിയോഡിക് മോഷൻ ആവണം എന്നില്ല. ഓസിലേറ്ററി മോഷൻ എന്താണ്? എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ ആവുകയില്ല. ബട്ട് എന്താ? എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് മോഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർ എക്സാമ്പിൾ എന്താ? ഒരു മോഷൻ ഓഫ് എ പെൻഡുലം എന്താണ്? പീരിയോഡിക് മോഷനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മോഷൻ ഓഫ് എ പെൻഡുലത്തിൽ ഒരു പെൻഡുലം ഒരു ഫിക്സഡ് പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് ചലിക്കുന്നുണ്ട്. ബട്ട് എന്താ? ഒരു പീരിയോഡ് നമ്മൾ
സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമുക്കൊരു ടൈം പീരീഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതെന്താണ്, പീരിയോഡിക് മോഷനാണ്. ഓൾസോ എന്തും കൂടി ഉണ്ട്, ഒരു മെയിൻ പോയിന്റിനെ ആസ്പദമാക്കിയത്, അത് ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ട്. ടു ആൻഡ് ഫ്രോ, ഇവിടെ നിന്ന് അവിടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള ടൈപ്പ് ഓഫ് മോഷനാണ് ടു ആൻഡ് ഫ്രോ മോഷൻ. ഇപ്പോൾ രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ നമ്മൾ എന്ത് പറയുന്നു, ഇറ്റ് ഈസ് ഓസിലേറ്ററി, ഓൾസോ ഇറ്റ് ഈസ് പീരിയോഡിക് അല്ലേ. പീരിയോഡിക്കുമാണ്, ഓസിലേറ്ററി മോഷനുമാണ്. അപ്പോൾ എന്താ, ഓസിലേറ്ററി മോഷൻ ഈസ് ഓൾവേസ് എ പീരിയോഡിക് മോഷൻ, ബട്ട് ഓൾ പീരിയോഡിക് മോഷൻ മേ ഓർ മേ നോട്ട് ബി ഓസിലേറ്ററി. അത് ചിലപ്പോൾ പീരിയോഡിക് മോഷൻ ചിലപ്പോൾ ഓസിലേറ്ററി ആവാം, ചിലപ്പോൾ ഓസിലേറ്ററി അല്ലാതാവാം. കാരണം എന്താ, ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്, നമ്മളെ മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദി സൺ. മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദി സൺ എന്താണ്, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല അല്ലേ. അത് പീരിയോഡിക് ആണെന്ന് നമുക്കറിയാം, പക്ഷേ അതൊരു മെയിൻ പോയിന്റ് നിന്ന് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനമല്ല, ഭൂമി എന്താണ്, സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ടൈപ്പ് ഓഫ് മോഷൻ എന്താണ്, പീരിയോഡിക് ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഓസിലേറ്ററി. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്താ പറയുക നമുക്ക്, റൊട്ടേഷണൽ മോഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ. നമ്മുടെ നമ്മളെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അക്ഷത്തിൽ, അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് മോഷൻ എന്താണ്, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല, ബട്ട് എന്താണ്, അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് മോഷൻ ഓഫ് ദ എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്താണ്, ഒരു പീരിയോഡിക് മോഷനാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഓസിലേറ്ററി മോഷൻ. അപ്പോൾ ഓക്കെ ആണല്ലോ, പീരിയോഡിക് മോഷൻ ഡിഫൈൻ ചെയ്തു നമ്മൾ. ദെൻ ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് കണ്ടു. ഒരു ഓസിലേറ്ററി മോഷൻ എന്താണ്, സൈനിൻ്റെയും കൊസൈൻ്റെയും ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്താണ്, കാരണം എന്താ, നമുക്ക് സൈനിൻ്റെ പ്രത്യേകത ഉണ്ട്. സൈൻ ഓഫ് തീറ്റ പ്ലസ് 2nπ എന്താണ്, നമുക്കറിയാം സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റയാണ്. അപ്പോൾ 2nπ വേർ n is equal to 1, 2, 3 etc. etc. കോസ് ഇസ് ഓൾസോ എ പീരിയോഡിക് ഫംഗ്ഷൻ. അത് നമ്മൾ 2nπ, കാരണം എന്താ, കോസ് ഓഫ് തീറ്റ പ്ലസ് 2nπ ഇസ് കോസ് തീറ്റ. അതായത് 2nπ എന്നുള്ള ഒരു ഇൻ്റർവൽ, അപ്പം കോസിൻ്റെയും സൈനിൻ്റെ എന്തായിട്ട് വരും, ഇൻ്റർവലായിട്ട് വരും, ടൈം പീരിയഡായിട്ട് വരും. അപ്പോൾ 2π എന്നുള്ള 2nπൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്ത് ഇൻ്റർവൽസ് ഒക്കെ എന്തായിട്ട് വരും, ഇതിൻ്റെ ടൈം പീരിയഡായിട്ട് വരും. കാരണം ഫംഗ്ഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത്, ഓസിലേറ്ററി മോഷൻ. അപ്പോൾ ഓസിലേറ്ററി മോഷന് ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനായിട്ടും ഒരു ഓസിലേറ്ററി മോഷന് എഴുതാൻ പറ്റും നമുക്ക്. ദെൻ നമ്മൾ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ് നമ്മളെ ചാപ്റ്റർ. ദെൻ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനും ഒരു ഹാർമോണിക് ഓസിലേറ്ററുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM നമ്മളെ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്പ്രഷൻ കണ്ടെയ്നിങ് സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ ഇസ് കോൾഡ് ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ ഇസ് കോൾഡ് ഹാർമോണിക് ഫംഗ്ഷൻ. സൈന് കൊസൈനൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊസൈനും സൈനും ഒക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓസിലേഷൻ which can be expressed in terms of single harmonic function is called simple harmonic motion. അപ്പോൾ എന്താണ് ഒരു ഓസിലേഷൻ, നമ്മൾ ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓസിലേഷൻ എന്ന് വെച്ചാൽ പീരിയോഡിക് മോഷൻ പ്ലസ് ടു ആൻഡ് ഫ്രോ മോഷനാണ് ഒരു ഓസിലേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഓസിലേഷനെ നമുക്ക് സൈനിൻ്റെയും കൊസൈൻ്റെയും ടേംസിൽ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള മോഷനെ നമ്മൾ എന്ത് പറയുന്നു, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡീസിനെ നമ്മൾ എന്ത് വിളിക്കും, ഹാർമോണിക് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, ഇൻഫാക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ ഹാർമോണിക് ഓസിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സിംഗിൾ ഫ്രീക്വൻസി. എന്താണ്, എല്ലാ ഓസിലേഷൻസും എന്താണ്, ഒരുപാട് ഒന്നുകിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ല അതിലധികമോ സിമ്പിൾ ഹാർമോണിക് മോഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന തരത്തിലുള്ള മോഷനാണ് ഹാർമോണിക് ഓസിലേഷൻസ്. അപ്പോൾ എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണോ, ക്ലിയർ അല്ലേ? പീരിയോഡിക് മോഷൻ പറഞ്ഞു, ഓസിലേറ്ററി മോഷൻ പറഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഓസിലേറ്ററി മോഷന് നമ്മൾ സൈൻ ഓർ കൊസൈൻ്റെ ടേംസിൽ എഴുതും. പിന്നെ സൈനിൻ്റെയും കൊസൈൻ്റെയും ടേംസിൽ എഴുതാൻ പറ്റുന്ന
ഫങ്ഷൻസിനെ നമ്മൾ എന്താ വിളിക്കുക? ഹാർമോണിക് ഫങ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ഓസിലേഷൻ ഹാർമോണിക് ഫങ്ഷൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുമെങ്കിൽ ആ തരത്തിലുള്ള ഓസിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നു. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹാർമോണിക് ഓസിലേറ്റർ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയറായി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഹാർമോണിക് മോഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A particle is said to execute simple harmonic motion. A particle is said to execute simple harmonic motion when it moves to and fro periodically in such a way that at any instant the restoring force acting on the particle is proportional to the displacement from a fixed point and is always directed towards that point. അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പീരിയോഡിക് മോഷൻ അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ. അത് നമ്മൾ ഒരു ടു ആൻഡ് ഫ്രം മോഷൻ ഉണ്ട്. ഇതിൽ എന്താണ് വേറൊരു പോയിൻ്റ് എന്താണ്? അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ദ ടൈം എന്താണ്? ബോഡി മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു മെയിൻ പോയിന്റിൽ നിന്നും അത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും കാരണം ഓസിലേഷനാണ്, ഓസിലേറ്ററി മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം എന്താണ്? റിസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ്. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെ തിരിച്ച് ഈ മെയിൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഒരു റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാകും അല്ലേ? എക്സ്പീരിയൻസ് ചെയ്യും. അപ്പം അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ദ റിസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഇസ്, റിസ്റ്റോറിങ് ഫോഴ്സിന് എഫ് എന്ന് കൊടുത്താൽ, ക്യാപിറ്റൽ എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസ്റ്റോറിങ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് ആൻഡ് ഇസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് പോയിൻറ്റ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇതിൻ്റെ ഫോഴ്സ്, റിസ്റ്റോറിങ് ഫോഴ്സ് എന്താണ്? എപ്പോഴും ബോഡീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ എന്താണ്? ഇപ്പോൾ ഒരു എക്സ് എന്നുള്ള ദൂരമാണ് ബോഡി മൂവ് ചെയ്തതെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ്. മെയിൻ പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ് റിസ്റ്റോറിങ് ഫോഴ്സ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണിതൊക്കെ. ഓക്കെ, അത് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുക? അത് ഈ മെയിൻ പോയിന്റ്, ദാറ്റ് പോയിന്റിലേക്ക് എന്താണ് ഡയറക്റ്റ് ചെയ്ത തരത്തിലുള്ള ഫോഴ്സാണ് ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ്? ഒരു നെഗറ്റീവ് സൈൻ കേട്ടോ. അപ്പം നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എഫ് പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതാം. ഓക്കെ, നമുക്കെന്താ? നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലേക്ക് പോകണം. എഫ് പ്രൊപ്പോർഷണൽ ടു -x എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു -x ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ബേസിക് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനിൽ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു എം മാസുള്ളൊരു ബോഡീനെ കൺസിഡർ ചെയ്യാം. എം മാസുള്ള ഒരു ബോഡി എന്താണ്? നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് മനസ്സിൽ കാണാം. നിങ്ങൾക്ക് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷനാണെന്ന്. ടു ആൻഡ് ഫ്രോ മോഷനുണ്ട്, ഓൾസോ എന്താണ്? ഓസിലേറ്ററി മോഷനാണ്, പീരിയോഡിക് മോഷനുമാണ് അല്ലേ? ഒരു ടൈം പീരീഡിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഇപ്പം ഇതിലെന്താണ്? ബോഡി ഒരു ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. സോ റിസ്റ്റോറിങ് ഫോഴ്സ് എന്താണ്? എം മാസുള്ള ബോഡിയാണ്. അപ്പോൾ സ്പ്രിങ് എന്താണ്? അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്തായാലും അത് നെഗ്ലിജിബിളാണ്. ഇതിൻ്റെ മാസ് നമ്മൾ നെഗ്ലിജിബിളി സ്മോളായിട്ട് എടുക്കും. അപ്പോൾ എന്താണ്? വെൻ ദ മാസ് ഇസ് ഡിസ്പ്ലേസ് സ്ലൈറ്റ്ലി ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും സ്ലൈറ്റ്ലി ഈ മാസിനെ നമ്മൾ മുമ്പോട്ട് എക്സ് എന്നുള്ള ഡിസ്റ്റൻസിൽ മുമ്പോട്ട് കൊണ്ടുപോയാൽ എന്താണ്? റിസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? റിസ്റ്റോറിങ് ഫോഴ്സ് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് ആക്ട് ചെയ്യും. ബോഡി എന്ത് എക്സിക്യൂട്ട് ചെയ്യും? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ? ഓസിലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ടു ആൻഡ് ഫ്രോ മോഷനുണ്ട് പ്ലസ് പീരിയോഡിക് ആയിട്ടുള്ള ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യും ബോഡി. അപ്പം എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു -x. നമുക്കറിയാം എഫ് എന്താണ്? ന്യൂട്ടൺസ് ലോ ഉപയോഗിച്ച് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഇസ് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? അപ്പോൾ എം എന്നുള്ള എം മാസുള്ള ബോഡിയാണ്. അതിന് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് ഇറ്റ് വിൽ ബി അതിന് ആക്സലറേഷൻ എന്താണ്? d²x/dt² പ്രൊപ്പോർഷണൽ ടു എന്താണ്? -x. ഓക്കെ, d²x/dt² പ്രൊപ്പോർഷണൽ ടു -x. എന്താണ്? നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് ചെയ്യുക? ഇസ് ഈക്വൽ ടു ആക്കാൻ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. (x/dt² is equal to -kx). ഓക്കെ, k is the proportionality constant. അപ്പോൾ നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫോഴ്സും ഡിസ്റ്റൻസും ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആണ് ഈ നെഗറ്റീവ് സൈൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
സോ നമ്മൾ എമ്മിനെ നമ്മൾ അപ്പുറത്തേക്ക് എടുത്താൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം എക്സ് എന്ന് കിട്ടും. നമ്മൾ കെ ബൈ എമ്മിനെ എന്ത് കൊടുക്കുന്നു? കെ ബൈ എം ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എന്താണ് ഒമേഗ നമുക്ക് പിന്നീട് കാണാം. ഒമേഗേൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയറിന് ഇപ്പുറത്തേക്ക് എടുത്താൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇതാണ് എന്താ ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷനാണ് ഇത്. അപ്പോൾ ഒരു ബോഡി നമ്മൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഈ ടൈപ്പ് ഓഫ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് നമുക്ക് കിട്ടി. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് ഒരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇൻറ്റു 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ചെയ്തു. ഓക്കെ, ഇതൊക്കെ മാത്തമാറ്റിക്കൽ പാർട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇതിൻ്റെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എഴുതണം. നമ്മളടുത്ത് എന്താണ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് ഈ മാത്തമാറ്റിക്കൽ പാർട്സ്. സോ എന്താണ് നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് നമുക്ക് അറിയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എന്താ ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇതൊക്കെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. ഇതിലൊന്നും വലിയ കൺസെപ്റ്റും കാര്യങ്ങളൊന്നുമില്ല. മാത്തമാറ്റിക്കൽ പാർട്ട് കാരണം നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ കിട്ടണം. ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടണം അല്ലേ? എക്സ് ഈക്വൽ ടു സംതിങ് എന്ന് നമുക്ക് കിട്ടണം. ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ എന്താണ് ടി എക്സ് ബൈ ഡി ടി വെലോസിറ്റി, പിന്നെ നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആക്സിലറേഷൻ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിനുള്ള സ്റ്റെപ്സാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഡി ബൈ ഡി നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. കാരണം നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടിൻ്റെ ഹോൾ സ്ക്വയറിൻ്റെ ഡി ബൈ ഡി ടി എടുത്താൽ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി കിട്ടും. ഇൻറ്റു പിന്നെന്താണ് ഈ സാധനത്തിന് ഈ ഒരു ഡിഫറൻഷ്യലിനെ നമ്മൾ ഒന്നും കൂടി ഡി ബൈ ഡി ടി എടുത്താൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറിൽ ഒമേഗ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ ഉണ്ട് 2x എന്ന് കിട്ടും. എക്സ് സ്ക്വയറിന് ഡെറിവേറ്റീവ് എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു ടൈം 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും. അതാണ് ഈ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ രണ്ട് ഭാഗവും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ ഡി ബൈ ഡി ടി ഇത് ഇൻവേഴ്സ് ഫംഗ്ഷനാണ് അല്ലേ? ഡിഫറൻഷ്യലും ഇൻ്റഗ്രേഷനും വന്നു കഴിഞ്ഞാൽ ദേ ആർ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ. സോ എന്താണ് അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ ഓഫ് 0 എന്താണ്? ഇറ്റ്സ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, 0നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സി എന്ന് കിട്ടി. എന്താണ് സി ഇസ് ദി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് നമ്മൾ അവിടെ ഇട്ടു. ഇത് 0 തന്നെയാണ് കേട്ടോ. പ്ലസ് ഒരു ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട്, അതാണ് ഈ സി. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം എന്ന് പറയാം. നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം, നമ്മൾ എക്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് മാക്സിമം ആവുന്ന കേസ് നമ്മൾ അതിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം അതായത് എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ അപ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആവുമ്പം അവിടെ ഡി എക്സ് ബൈ ഡി ടി എന്താവും?
പൊസിഷന് ചേഞ്ച് ഉണ്ടാവില്ല അല്ലേ. എക്സ്ട്രീം പോയിന്റിൽ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്താവും, ഡി എ ബൈ ഡി ടി ആണ്. ഡി എ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ ഒരു പോയിന്റിൽ മാക്സിമം പോയിന്റിൽ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ ഒരു റിസൾട്ട് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, വെൻ എക്സ് ഈക്വൽ ടു എ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 0. സോ 0 പ്ലസ് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. സോ സി ഇസ് ഈക്വൽ ടു എന്താണ്, സി ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. സി ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് സി ഈസ് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടി. പിന്നെ അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറി, ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഈ ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറിന് അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വാട്ട് വി വിൽ ഗെറ്റ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ ഡി എക്സ് ബൈ ഡി ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയർ ആണല്ലേ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പം ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റി ഇസ് ഈക്വൽ ടു എന്താണ്, പ്ലസ് ഓർ മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, പിന്നെന്താ, ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇതെന്ന് കിട്ടി നമുക്ക്. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഇതാണ് ഇക്വേഷൻ ഓഫ് വെലോസിറ്റിൻ്റെ ഇക്വേഷനാണ്. ഡി എക്സ് ബൈ ഡി ടി എന്താണെന്ന് നമുക്ക് കിട്ടി, ഒമേഗ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് പോസിറ്റീവ് റിസൾട്ടിനെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡി എക്സ് എന്താണെന്ന് കിട്ടി, ഡി എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എന്താണ് ഡി ടി. നമ്മൾ എക്സിന് ഇപ്പുറത്തേക്കും കൊണ്ട് എക്സിലെ ടേമിന് ഇപ്പുറത്തേക്കും കോൺസ്റ്റൻറ്റിന് അപ്പുറത്തേക്കും എടുത്താൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ഡി എക്സ്. ഇൻ്റഗ്രേഷനിലെ പഴയ റിസൾട്ടുകളൊക്കെ നിങ്ങളൊന്ന് നോക്കണം. ഈ ഒരു സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് രണ്ട് സൈഡിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ പ്ലസ് ടുവിൽ പഠിച്ച റിസൾട്ടാണ്. അപ്പോൾ പിന്നെ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ ടി പ്ലസ് ഫൈ. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഫൈ എന്ന് വിളിച്ചു. അപ്പോൾ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ് ഫൈ. ഓക്കെ, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഫൈ ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, നമ്മൾ സൈൻ ഇൻവേഴ്സിനെ സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു, സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. സോ എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഇതാണ് ഇപ്പോൾ എന്താണ് ഫൈ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണെന്ന് ഓർമ്മിക്കണം കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. പിന്നെ ഫ്രം ഡി എക്സ് ബൈ ഡി ടി നമുക്ക് വേറൊരു റിസൾട്ടും കൂടി ഉണ്ടല്ലേ, മൈനസ് എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഇതേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതേ രീതിയിൽ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി അല്ല, ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഒമേഗ ഡി ടി നമുക്ക് ഈ ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും, വി വിൽ ഗെറ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് നമ്മൾ ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ഡെൽറ്റ എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ഇൻറ്റു എ എന്ന് കിട്ടും. അപ്പം കോസിൻ്റെ ടേമിലും സൈൻ്റെ ടേമിലും നമുക്ക് രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടി, ഒരു
സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സ് ഈക്വൽ ടു എന്തൊക്കെ റിസൾട്ട് കിട്ടി, എ കോസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്താ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. വേറെ എന്താണ്, ഫൈയും ഡെൽറ്റയൊക്കെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. വെലോസിറ്റീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ എന്തൊക്കെയാണ് ടേംസ് ഒക്കെ ക്ലിയർ അല്ലേ? എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിളാണ്. എ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പാർട്ടിക്കിൾ. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിളാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ ടേം ഒമേഗ ടി പ്ലസ് ഫൈവിനെയും ഒമേഗ ടി പ്ലസ് ഡെൽറ്റയെയും നമ്മൾ ഫേസ് ഓഫ് വൈബ്രേഷൻ അറ്റ് എനി ടൈം ടി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഫേസ് ഓഫ് വൈബ്രേഷനാണ് ഈ സൈൻ്റെയും കോസിൻ്റെയും ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ ഫേസ് ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നു, ഫേസ് എന്ന് വിളിക്കുന്നു. വെൻ ടി ഈസ് ഈക്വൽ ടു 0 എന്താവും, ഫേസ് എന്താവും, ഫേസ് ബിക്കംസ് 5 അല്ലേ. ഇതിനെ ഇനിഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഇപ്പോച്ച് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഇനിഷ്യൽ ഫേസ്, ഇത് അല്ലെങ്കിൽ ഡെൽറ്റ. നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിൻ്റെ എന്താണ് നമുക്കതിൻ്റെ ചിഹ്നങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ, അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷനിൽ നമുക്ക് ഡെൽറ്റ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് കിട്ടും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് ഒരു ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ, വേർ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇത്രയും റിസൾട്ട് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സുകളാണ്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ നമുക്ക് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എ സൈൻ. നമ്മൾ ഒമേഗയ്ക്ക് പകരം ഒമേഗ ഇൻറ്റു ടി ആണ് അല്ലേ, ടിക്ക് പകരം നമ്മൾ ടി പ്ലസ് 2π ഒമേഗ എന്ന് കൊടുക്കുന്നു അല്ലേ. ഒമേഗ ടി പ്ലസ് 5 ആണ് അവിടെ ഉള്ളത്. നമ്മൾ ടിക്ക് പകരം ടി പ്ലസ് ഒരു 2π ഒമേഗ എന്നുള്ള ഇൻ്റർവെലും കൂടി നമ്മൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എന്താകും, എ സൈൻ ഒമേഗ ടി പ്ലസ് പിന്നെ ഒമേഗനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2π പ്ലസ് എന്താണ് 5 ആകും. അപ്പോൾ എന്താ എ സൈൻ എന്താകും, നമുക്കറിയാം 2π പ്ലസ് ഒമേഗ ടി പ്ലസ് 5 വരും അല്ലേ. 2π പ്ലസ് ഒമേഗ ടി പ്ലസ് 5 ഇത് നമുക്ക് വേണം ബ്രാക്കറ്റിലിടാം. ഇങ്ങനത്തെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ സൈൻ ഓഫ് എന്താ 2π പ്ലസ് സംതിങ് എന്ന് വെച്ചാൽ അതേ ക്വാണ്ടിറ്റി ആണ് അല്ലേ. എ സൈൻ ഓഫ് എന്താണ് ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടി പ്ലസ് 2π ബൈ ഒമേഗ എന്ന ഒരു ഇൻ്റർവെൽ അല്ലേ. 2π ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓർമ്മയില്ലേ, ഒരു ഫംഗ്ഷനെ എഫ് ടി പ്ലസ് ടി ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ടി തന്നെ കിട്ടുകയാണെങ്കിൽ ടി എന്താണ്, അപ്പം എഫ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെങ്കിൽ ക്യാപിറ്റൽ ടി വിൽ ബി വി കോൾ ഇറ്റ് ആസ് ടൈം പീരീഡ് ഓഫ് മോഷൻ. അപ്പോൾ ഇവിടെ ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. അപ്പം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടൈം പീരീഡ് എത്രയാണ്, 2π ബൈ ഒമേഗ അല്ലേ. വേറെ ഒമേഗ നമുക്ക് ഒമേഗ സ്ക്വയർ കെ ബൈ എം എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. സോ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് എം ബൈ കെ എന്ന് നമുക്ക് കിട്ടും. ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് എം ബൈ കെ ആണ് ടൈം പീരീഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ പോയിൻറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, മെയിൻ പൊസിഷനിൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 ആണ് അല്ലേ. നമ്മളൊരു മെയിൻ പൊസിഷനിൽ എക്സ് ഈക്വൽ ടു 0 ആണ്, മാക്സിമം പോയിന്റിൽ എക്സ് ഈക്വൽ ടു എ ആണ്. ഇത്രയും പോയിന്റ് നമ്മൾ ഓർമ്മിക്കുക. ടു ആൻഡ് ഫ്രം മോഷൻ, ഓസിലേറ്ററി മോഷനിൽ എക്സ് ഈക്വൽ ടു 0യിൽ എന്ത് സംഭവിക്കുന്നു, വെലോസിറ്റി എന്താവും, വെലോസിറ്റി നമുക്ക് എക്സ്പ്രഷൻ അറിയാം. വെലോസിറ്റി ഇസ് ഈക്വൽ ടു എന്താണ്, ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പം മെയിൻ പൊസിഷനിൽ നമുക്കറിയാം എക്സ് 0 ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി ഇസ് ഒമേഗ എ പ്ലസ് ഓർ മൈനസ് ഒമേഗ എ ആണ്. അപ്പോൾ എന്താ, വെലോസിറ്റി മാക്സിമം ആണ് അല്ലേ. വെലോസിറ്റി അറ്റ് മാക്സിമം പോയിന്റിലാണെങ്കിലോ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വെലോസിറ്റി എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അറ്റ് എക്സ് ഈക്വൽ ടു എ ആണ് മാക്സിമം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ. അപ്പം വെലോസിറ്റി വിൽ ബി 0. അപ്പം മെയിൻ പോയിന്റിൽ വെലോസിറ്റി മാക്സിമവും എക്സ്ട്രീം പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ ആണെങ്കിലോ നേരം ആക്സിലറേഷൻ ഇസ് മിനിമം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഇസ് മാക്സിമം അറ്റ് ദ മെയിൻ പൊസിഷൻ, ആക്സിലറേഷൻ മിനിമം ആയിരിക്കും ആ പോയിന്റിൽ.
ഇത്രയും പോയിൻറ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കുറച്ച് എക്സ്പ്രഷൻസൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ കുട്ടികൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നിങ്ങളൊന്നുകൂടി ഓർമ്മിക്കുക. പൊട്ടൻഷ്യൽ എനർജി U is equal to half kx² ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി U is equal to half kx² ആണ്. കൈനറ്റിക് എനർജി ആണെങ്കിലോ കൈനറ്റിക് എനർജി is half k into a² - x². ക്ലാസ് കേട്ടവർക്കറിയാം. അപ്പം ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻസ് ആണ്. പിന്നെ നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ സ്റ്റുഡൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ നന്നായിട്ട് വായിക്കുക. ഹാർമോണിക് ഓസിലേറ്റർ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ നോട്ട് എനിക്ക് അയച്ചു തരാം. എല്ലാവരും നോട്ട്സൊക്കെ കമ്പൽസറി ആയിട്ട് അയച്ചു തരിക. ഇത്രയും ഭാഗങ്ങൾ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്.